ഒരു ദിവസം രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച് എല്ലാ ദേവന്മാരും വിഷ്ണുവിനെ സമീപിക്കുന്നു. അസുരന്മാരോട് പോരാടാനുള്ള ശക്തി തനിക്കില്ലെന്നും ശിവന്റെ സഹായം തേടേണ്ടി വരുമെന്നും വിഷ്ണു പറയുന്നു. കൈലാസത്തിലെത്തുമ്പോൾ അഗാധമായ മയക്കത്തിൽ ശിവനെ കാണുന്നു. ശിവനെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മഹാവിഷ്ണു തന്റെ മയക്കത്തിൽ നിന്ന് പുറത്തു വരുന്നവരെ ശിവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. ഓരോ ജപത്തിനുമെതിരായി ഒരു താമരപ്പൂവ് അർപ്പിച്ച് വിഷ്ണു ദിവസവും 1000 തവണ ശിവനാമം ജപിക്കും. ശിവൻ ഒരു ദിവസം മയക്കത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് ഇത് വർഷങ്ങളോളം തുടരുന്നു. ശിവൻ തന്റെ മയക്കത്തിൽ നിന്ന് പുറത്തു വന്നതറിയാതെ വിഷ്ണു അന്നത്തെ ജപം തുടരുന്നു. വിഷ്ണുവിനെ കബളിപ്പിക്കാൻ ശിവൻ തീരുമാനിക്കുന്നു. വിഷ്ണു ക്രമീകരിച്ച കുലയിൽ നിന്ന് ഒരു താമര രഹസ്യമായി നീക്കം ചെയ്യുന്നു. വിഷ്ണു ഭഗവാൻ 999 തവണ ജപിച്ചതിനു ശേഷം തന്റെ ശേഖരത്തിൽ നിന്ന് ഒരു പുഷ്പം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ തന്റെ കണ്ണ് പറിച്ചെടുത്ത് ശിവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വിഷ്ണുവിന്റെ ഭക്തിയിൽ ആകൃഷ്ടനായ ശിവൻ വരം ചോദിക്കുന്നു. ആ വരം ആണ് സുദർശന ചക്രം.